ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവിടെ സ്ഥാപിക്കപ്പെട്ടത് മുതൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ അതിന് മാനസികമായിട്ട് എതിരാണ്. അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അതിന് അടുത്ത് അപ്പുറവും ഇപ്പുറമായി വസിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്നും ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ വളരെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. അതിനാൽ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ ടെക്നോളജിക്കലായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രായേൽ സഹിക്കുകയില്ല. അതിനാൽ ഇറാഖ് എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രം നശിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ സിറിയയായിരുന്നു, അതും നശിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. ഇറാൻ നശിക്കുക എന്നുള്ളത് മറ്റൊരു രാഷ്ട്രത്തിന് കൂടെ ഒരു ഭീഷണിയാണ്. കാരണം അടുത്തത് ഇറാൻ നശിച്ചാൽ പിന്നെ അടുത്തൊരു രാഷ്ട്രം ഞങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ അതൊരു വാസ്തവമാണ്. അത് തുർക്കിയാണ്. ഇറാന് ശേഷം ആ മേഖലയിൽ ഇസ്രായേൽ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് തുർക്കിയാണ്. ഇറാനും തുർക്കിയും വളരെ ശത്രുതയിലാണ് എന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് തുർക്കിയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അടുത്തത് തുർക്കിയിലേക്കായിരിക്കുമെന്നുള്ളത് തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അറിയാം. അതുകൊണ്ടാണ് തുർക്കി ഈ ഒരു കാര്യത്തിൽ വളരെ ആയുധം കൊണ്ട് ഇടപെടാൻ കഴിയുന്നില്ലെങ്കിലും ശക്തമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നതും അതിൻ്റെ വിഷൻ എന്ന് പറയുന്നതും വളരെ സ്ട്രക്ചേർഡാണ്. ഏത് രാഷ്ട്രത്തെ എങ്ങനെ ഏത് സമയത്ത് കൈകാര്യം ചെയ്യണമെന്നുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗവേഷണം നടത്തി എടുത്ത് അത് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ.